അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പകരം നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുത്തിക്കൊല്ലാം, വെടിവെച്ച് വീഴ്ത്താം, കൈകാലുകൾ ഒടിച്ച് തെരുവിലെറിയാം. അങ്ങനെ ചെയ്താൽ ആ ജയന്തിയെ സഹായിക്കാവും ഫലം. നീ നശിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പരസ്പരം തല്ലി മരിക്കാറല്ലേ ബോധപൂർവം നമ്മെ പടയ്ക്കത്? നീ ഒരു പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. അവളുടെ ദുർബുദ്ധി ഊഹിക്കാൻ പോലും നിനക്ക് കഴിയില്ല. നാളെ നിന്നെ അവൾ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊല്ലാൻ. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ആ ശാന്തിയുടെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലേ? അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല എന്ന് ജയന്തി വിശ്വസിക്കുന്നു. അതിനു മുൻപ് നിന്നെ നശിപ്പിക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഞാനും വീരയിലും ചെയ്യാൻ മടിച്ച കാര്യം നാളെ തനിച്ച പറ്റി സൂക്ഷിച്ചോ. നിനക്കൊരു മാർഗമേ ഉള്ളൂ, അവളെ കൊല്ലുക. നീയല്ലേ നാളെ കാർ ഓടിക്കുന്നത്? വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു കൊക്കയിലേക്ക് നിനക്ക് ചാടി രക്ഷപ്പെടാവുന്ന വിധത്തിൽ വണ്ടി മറിച്ചിട്ടേക്ക്. അതിന്റെ പേരിൽ പിന്നീട് എന്തുണ്ടായാലും നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. എന്താ നിർത്തിക്കളഞ്ഞത്? കുറച്ചുകൂടി മുന്നോട്ട് ആ കൊക്കയിലേക്ക് വീഴാൻ പാകത്തിൽ ഓടിക്കാമായിരുന്നില്ലേ? നിനക്ക് ചാടി രക്ഷപ്പെടാനും എന്നെ അപകടപ്പെടുത്താനും അതല്ലേ കുറച്ചുകൂടി സൗകര്യം? അങ്ങനെ എന്റെ രാജഗോപാലിനെ ഉപദേശിച്ചത്? അല്ലാതെയും എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. രാമുണ്ണിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാണത് പിടിച്ചു പറ്റിയത്? വെടികൊണ്ടുകൊണ്ട് ചാവാൻ എനിക്കിഷ്ടമല്ല. നിന്നെ കൊല്ലാനല്ല, എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിതെടുത്തത്. ശാന്തിയെ കൊല്ലാക്കൊല ചെയ്തതും അവളുടെ അച്ഛനെ കൊന്നതും അതുപോലെ നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ഞാൻ ചെയ്ത പാപങ്ങളുടെ കഥ രാമുണ്ണിക്ക് അറിയില്ല. എന്നോട് ഏറ്റു പറയാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതായിരുന്നു. എന്തിന്? എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനല്ല, മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അത് കേൾപ്പിക്കണം, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. ജയന്തി ആരായിരുന്നുവെന്ന് ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. രാമുണ്ണിയെ പോലെ ഞാനും ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജനിച്ചത്. അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു തറവാട്ടിൽ. അച്ഛൻ നേരത്തെ മരിച്ചു. കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്റെ അമ്മാവനായിരുന്നു.